ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ MP-ആയ മാൽക്കോൺ പിയേഴ്സൺ നടത്തിയ ഒരു പ്രസംഗം, അതേ സംബന്ധിച്ചൊരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് 2 റിപ്പോർട്ടുകൾ, ടെൽഫോൺ ഓക്സ്ഫോർഡ്, റിപ്പോർട്ട് ഓൺ റോത്ത, ഈ 2 റിപ്പോർട്ടുകൾ ഉയർത്തിപ്പിടിച്ചിട്ട് മാൽക്കോൺ പിയേഴ്സൺ ചോദിച്ചത്, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ബ്രിട്ടനിൽ 2.5 ലക്ഷം വെള്ളക്കാരായ പെൺകുട്ടികൾ, ചെറിയ പെൺകുട്ടികൾ ബലാത്സംഗത്തിനിരയായിട്ടുണ്ട്. അവരെ പീഡിപ്പിച്ചത് മുഴുവൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ബ്രിട്ടനിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തുകാരല്ല, ആ നാട്ടിലേക്ക് കുടിയേറി വന്നവരാണ്. കുടിയേറ്റക്കാരായ മുസ്ലിങ്ങൾ 10 വർഷത്തിനിടയ്ക്ക് 2.5 ലക്ഷം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു. എന്നുവെച്ചാൽ ഒരു വർഷം 25,000 പേരെ വെച്ച് 25,000 ബലാത്സംഗങ്ങൾ. അതിൽ പലരെയും സ്ലേവുകളാക്കി നിരന്തരം ഒന്നിലേറെ ആളുകൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നുണ്ട്. എന്നിട്ടും ബ്രിട്ടീഷ് സർക്കാർ ഒന്നും ചെയ്തില്ല. നിങ്ങൾക്ക് മുസ്ലിമുകൾക്ക് എന്തു തോന്നുമോ എന്നുള്ള ഇസ്ലാമോഫോബിയ, അതിനെ ഭയപ്പെട്ടിട്ടാണ്, ഇസ്ലാമോഫോബിയ ഉണ്ടാവുന്നു ഭയന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് മാൽക്കോം പിയേഴ്സൺ പാർലമെൻറ്റിൽ സംസാരിച്ചത് ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. Those in authority who turned a blind eye to all this because they were afraid of being Islamophobic and so on. And what is it doing to compensate and help these victims mentally? ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിന്റെ പേരിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്നു എന്ന് തോന്നുന്നു. നമ്മുടെ പത്രങ്ങളിലൊന്നും വന്നിട്ടില്ല. കാരണം പീഡകർ ആരാണെന്നറിയാം. അതെ അതെ അതെ. ഇത് മുമ്പ് ഒരു കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. 2 കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടത്, 2 കേസുകളെ ശിക്ഷിക്കപ്പെട്ടുള്ളൂ ഇത്തരം കുട്ടികൾ ഉണ്ടായിട്ട്. ഈ ഓൾഡാമിലും റോത്താമിലും ഉള്ള കേസുകളിൽ 2 മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. ഇത് മുസ്ലിം എന്ന് പറഞ്ഞില്ലേ, ഇത് ശരിക്കും പാകിസ്ഥാനിൽ നിന്നുള്ള ഗാങ്ങുകളാണ്. അതായത് ഈ വെള്ളക്കാരികളെ നമ്മൾ ശരിപ്പെടുത്തണം. അല്ല, പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ബ്രിട്ടനിലെ 17 പേർമാർ പാകിസ്ഥാൻ ഒറിജിനാണ്. അതെ, പാകിസ്ഥാനിൽ നിന്നുള്ള ഗാങ്ങുകളാണിത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നമ്മൾ കീഴ്പ്പെടുത്തുക, ബ്രിട്ടീഷുകാരെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത്. ഈ 11 വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ട്. 11 വയസ്സുള്ള കുട്ടികളെയൊക്കെ പാർക്കിലൊക്കെ കൊണ്ടുപോയിട്ട് വശീകരിച്ച് മിഠായി മേടിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ ഈ ഇടവഴികളിലേക്കൊക്കെ കൊണ്ടുപോവുക. ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുക. ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ എലൺ മസ്ക് പറഞ്ഞിരിക്കുന്ന ഈ കെയ്റ്റ് സ്റ്റാർ രാജിവെക്കണം. കാരണം എലൺ മസ്ക് പറയുമ്പോൾ ട്രംപ് പറയുന്നത് പോലെയാണ്. അതെ, രാജിവെക്കണം. എന്താന്ന് വെച്ചാൽ ആ സമയത്ത് ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസിൻ്റെ ഹെഡ് ആയിരുന്നു കെയ്റ്റ് സ്റ്റാർ. എന്ന് പറഞ്ഞാൽ ഡയറക്ടർ പ്രോസിക്യൂഷൻസ് എന്ന് പറയുന്ന പദവിയിൽ ആ കാലത്ത് ഇരുന്ന ആളാണ് കെയ്റ്റ് സ്റ്റാർ. കെയ്റ്റ് സ്റ്റാർ ഇതിൽ കാണിച്ചിരിക്കുന്നത് വലിയ അലംഭാവമാണ്. ശിക്ഷിക്കാൻ ശ്രമിച്ചില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ റേസിസം, വംശീയ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞാൽ വംശീയ ആരോപണങ്ങൾ ഉണ്ടാവുമോ? അത് മാത്രമല്ല സാർ, ഇയാൾ ലേബർ പാർട്ടിയല്ലേ? ലേബർ പാർട്ടി ഇടതുപക്ഷ പാർട്ടി എന്താ പറയുക? ഇടതുപക്ഷം മുസ്ലിം തമ്മിലൊരു ബന്ധമുണ്ടല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ മറ്റേ പ്രോലിറ്റേറിയറ്റ് ആണ് ജന്മന എന്നുള്ള കാഴ്ചപ്പാടാണല്ലോ മാർക്സിസത്തിൻ്റേത്. അപ്പോൾ അതുകൊണ്ട് ആ ബന്ധം വരും. ഇപ്പോൾ ഒരു ദശകം മുമ്പ് ഉണ്ടായതാണിത്. അപ്പോൾ ഈ കെയ്റ്റ് സ്റ്റാമർ ഉടനെ രാജിവെക്കണം. അയാൾ പ്രോസിക്യൂട്ടറായിരുന്നു. ഈ ബലാത്സംഗ ഗാങ്ങുകളെ തടയുന്നതിൽ പരാജയപ്പെട്ടു. നടന്നത് റേപ്പ് ഓഫ് ബ്രിട്ടൻ ആണെന്ന് മസ്ക് പറയുന്നു. ബ്രിട്ടനെയാണ് മാനഭംഗപ്പെടുത്തിയത്. ആ സമയത്ത് ഇയാൾ വെറുതെ ഇരിക്കുകയായിരുന്നു, മൗനം പാലിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. വടക്കൻ ഇംഗ്ലണ്ടിലെ മിക്കവാറും നഗരങ്ങളിൽ ഇത് അരങ്ങേറിയിട്ടുണ്ട്. ഈ കൂട്ടബലാത്സംഗങ്ങൾ ചെറിയ പെൺകുട്ടികളുടെ 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഈ പെൺകുട്ടികൾക്ക്. മുതിർന്ന പെൺകുട്ടികളൊന്നും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ വന്നിട്ടുള്ള കേസുകളിലൊക്കെ 5-8 പേരെയൊക്കെ 2 കേസുകളിലായിട്ട് ശിക്ഷിച്ചിട്ടുണ്ട്. പിന്നത്തെ ഇപ്പോൾ ബാക്കി കേസുകളോ 2.5 ലക്ഷം കേസുകളാണ്. ബാക്കി കേസുകളോ 2014 ഒരു റിപ്പോർട്ടിൽ 1400 പെൺകുട്ടികളുടെ പേരുണ്ട്. ഈ പല ആളുകളും മിണ്ടാതിരുന്നു. കാരണം കുടുംബത്തിന് മാനഹാനി എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ കേസുകൾ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് പല വീട്ടമ്മമാരും
പുറത്തേക്ക് വന്നത്, ഞങ്ങൾക്കും ഇത് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. റോത്തർഹാമിൽ 1997 മുതൽ 2013 വരെ ഈ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരുന്നു. ഈ പ്രാദേശിക ഓഫീസർമാർ പറഞ്ഞുകൊണ്ടിരുന്നത് പെൺകുട്ടികളുടെ കൂടി സമ്മതത്തോടു കൂടിയിട്ടാണ് ഇത് നടന്നതെന്നാണ്. ഈ 11 വയസ്സും 12 വയസ്സുള്ള കുട്ടികളെ കൺസെൻസസ്. അപ്പോൾ അത് അവർ അവിടുത്തെ ഈ മൈഗ്രൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന മുസ്ലിം തീവ്ര ചിന്താഗതിയുള്ളവർക്ക് കൂട്ടായിരുന്നു ഇവർ. അത് വോട്ട് ബാങ്ക് ആയിരുന്നു. വോട്ട് ബാങ്ക് ആയിരുന്നു. അത് മാത്രമല്ല, മറ്റൊന്നുകൂടി ഉണ്ട് സാർ. കാരണം ഈ കേസ് എടുക്കേണ്ട ആളുകൾ ചിലപ്പോൾ ഇവരുടെ ആളുകളായിരിക്കും. അതായിരിക്കും, ഇവർ തന്നെയായിരിക്കും. അതുമായിരിക്കും. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഒരു കുറ്റം ചെയ്താൽ അത് അവനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇതിൽ ചില കുട്ടികളൊക്കെ ഈ കെയർ ഹോംസിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. അങ്ങനത്തെ കുട്ടികളെയൊക്കെ ഇവർ പ്രത്യേകം ടാർഗറ്റും ചെയ്തിരുന്നു. മതസ്പർദ്ധ പറഞ്ഞിട്ടാണ് നടപടി ഇല്ലാതിരുന്നത്. മൊത്തം ഈ ഗാങ്ങുകൾ പാകിസ്ഥാൻ ഗാങ്ങുകളായിരുന്നു. എലോൺ മസ്ക് പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ ഗാങ്ങുകളായിരുന്നു എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഓൾഡ് ഗാങ് കേസുകൾ. 2008, 2013 ഇതൊക്കെ നടക്കുമ്പോൾ സ്റ്റാമർ ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂഷൻസ് ആയിരുന്നു. അതാണ് സ്റ്റാമർ. ഇപ്പോൾ രാജിവെക്കേണ്ടി വരും എന്നുള്ള മട്ടിലേക്കാണ് ഇപ്പോൾ ഈ കോളുകളൊക്കെ പോകുന്നത്. കാരണം ന്യൂ ഇയറിന് ഒരു അജണ്ടയും പറയാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അജണ്ട പറയാനായിട്ട് വിളിച്ച മാധ്യമ സമ്മേളനത്തിൽ ഈ ചോദ്യം മുഴുവൻ മസ്ക് പറഞ്ഞതിനെ പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ ഒഴികഴിവ് മറുപടികളൊക്കെയാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിങ്കളാഴ്ച ഇന്നലെ ഞാനിത് ടാക്കിൾ ചെയ്തതാണ് വേണ്ട രീതിയിൽ എന്നൊക്കെ ഇയാൾ പറയാൻ ശ്രമിച്ചതേ ഉള്ളൂ. ആദ്യത്തെ പ്രോസിക്യൂഷൻ ഞാനാണ് നടത്തിയത്, ഈ കേസിൽ ആദ്യത്തെ ശിക്ഷ മേടിച്ചു കൊടുത്തത് ഞാനാണെന്നൊക്കെ അയാൾ ഇന്നലെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പ്രതിപക്ഷം ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കൺസർവേറ്റീവ് നേതാവ് കെമി ബെദ്നോക്ക്, നിഗേൽ ഫരാഗെ ഇവരൊക്കെ ഇന്നലെ റിഫോം പാർട്ടിയുടെ, കൺസർവേറ്റീവും റിഫോം പാർട്ടിയുടെ ഒക്കെ നേതാക്കളൊക്കെ രംഗത്ത് വന്നു. ഈ ദേശീയ അന്വേഷണം അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ദേശീയ അന്വേഷണം നേരത്തെ ആവശ്യപ്പെട്ടപ്പോഴും അവിടുത്തെ പ്രാദേശിക അന്വേഷണം നടത്തിയാൽ മതി, അവിടുത്തെ കൗൺസിൽ ഓൾഡ് ആമിലെയും റോത്ത് ആമിലെയൊക്കെ കൗൺസിലുകൾ നടത്തിയാൽ മതി എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അത് തന്നെ അരസതക്ക് തെളിവാണ്. ദേശീയ തലത്തിൽ തന്നെ അന്വേഷണം നടത്തേണ്ടതായിരുന്നു. കാരണം നിരവധി നഗരങ്ങളിൽ ഇത് നടന്നിട്ടുണ്ടല്ലോ. ബ്രിട്ടനിൽ ഓരോരോ കൗൺസിലുകൾ അന്വേഷിച്ചാൽ മതി എന്ന് അന്ന് പറഞ്ഞിരുന്നു. ആ കാര്യം വന്നിട്ടുണ്ട്. ഓൾഡ് ആം കൗൺസിലിനോട് സ്വന്തമായി അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞ റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. പിന്നെ പള്ളികൾ, സ്കൂളുകൾ ഇവയൊക്കെ ടാർഗറ്റ് ചെയ്തിരുന്നു. ഈ പാകിസ്ഥാൻ പള്ളികൾ ടാർഗറ്റ് ചെയ്തിരുന്നു. 2022 ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടന്നിരുന്നു. അതിൻ്റെ ഒരു ശുപാർശകൾ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ശുപാർശകളൊന്നും. ജൂലൈയിൽ സ്റ്റാമർ അധികാരത്തിൽ വന്നു. ബ്രിട്ടൻ്റെ സുരക്ഷാ മന്ത്രി ജസ് ഫിലിപ്സ് റേപ്പ് ജനസൈഡ് അപ്പോളജിസ്റ്റ് മാത്രമാണെന്ന് ഈ എലൺ മസ്ക് പറഞ്ഞിട്ടുണ്ട്. സുരക്ഷയൊക്കെ മേടിച്ചു കൊടുക്കേണ്ട മന്ത്രി ഇത്തരം ഗാങ്ങുകളുടെ ഒരു സുരക്ഷ ഉറപ്പാക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റാമറേയും ഈ ജസ് ഫിലിപ്സിനെയും ജയിലിലടക്കണം എന്നും മസ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രൊഫസർ അലക്സിസ് ജെ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ അക്കാഡമീഷ്യനെ കൊണ്ടാണ് ഇത് അന്വേഷിപ്പിച്ചിരുന്നത് ഈ സംഭവങ്ങളെ പറ്റിയിട്ട്. അവർ റോത്ത് ആമിലെ കാര്യങ്ങൾ മാത്രമാണ് അന്വേഷിച്ചത്. എന്നിട്ട് കൊടുത്ത ശുപാർശകളാണ് നടപ്പാക്കാത്തത്. അവരോട് ഇന്നലെ പത്രങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പുതിയ അന്വേഷണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാനെല്ലാം അന്വേഷിച്ചതാണ്. ഒരാൾ പോയി ഇതിൽ അല്ല സാർ, മറ്റൊന്ന് ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ബ്രിട്ടനിൽ ആംഗ്ലിക്കൻ സഭയുടെ കേന്ദ്രമാണല്ലോ. ബ്രിട്ടീഷ് പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ 2.5 ലക്ഷം പെൺകുട്ടികൾ മാനഭംഗപ്പെടുത്തി എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷവും പ്രൊട്ടസ്റ്റന്റുകൾ, ക്രിസ്ത്യാനി പെൺകുട്ടികളാണ്. 2.5 ലക്ഷം. അതെ. എന്നിട്ട് സഭ പോലും ഒന്നും പറയുന്നില്ല. അവർക്ക് പേടിയാണ് മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞാൽ കുഴപ്പമാവുമോ, റേസിസമാണോ നമ്മൾ പറയുന്നത്. ഇങ്ങനെ ഈ വാൾത്തലയിൽ നിർത്തിയിരിക്കുകയാണ് ഒരു രാജ്യത്തെ മുഴുവൻ. അതാണ് ബ്രിട്ടൻ പിന്നെ ഒരു മുസ്ലിം രാജ്യമായിട്ട് ലോകത്തിലെ മാറുന്ന രാജ്യമാവും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ലേബറും സർക്കാരിനെതിരെ മറ്റേ
പ്രതിസന്ധിയിലാണ് എന്ന് ലേബർ കക്ഷി തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. ലേബറിന് ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ ഒരു അജണ്ടയും പറയാനും ഇല്ല. ഇലോൺ മസ്ക് ഇപ്പോൾ ഇത് രാജിവെക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ ട്രംപിൻ്റെ ഒരു അനുമതിയോടെ ആയിരിക്കുമല്ലോ. അപ്പോൾ ട്രംപ് ഈ മൈഗ്രേഷന് എതിരാണ്, അഭയാർത്ഥികളുടെ നുഴഞ്ഞു കയറുന്നതിന് എതിരാണ്, കുടിയേറ്റത്തിനെതിരാണ്. ഇവർ വന്നിട്ട് ഇപ്പം അതുകൊണ്ട് സ്വന്തം രാജ്യം നഷ്ടപ്പെടാൻ പോവുകയാണ് ബ്രിട്ടീഷുകാർക്ക്. അതെ, ഇതിലിപ്പോ ഈ അല്ല സാർ, അത് മാത്രമല്ല, സ്വന്തം പെൺമക്കളുടെ മാനം പോലും സംരക്ഷിക്കാൻ കഴിയാത്ത നിസ്സഹായരായ ഒരു ജനതയായി വെള്ളക്കാരൻ മാറി. അവിടെ മറ്റവരുടെ ഒരു ഈ ഭൂരിപക്ഷ തള്ളലില് അവിടെ ആന്റി മുസ്ലിം ആക്ടിവിസ്റ്റ് ഉണ്ട്, സ്റ്റെഫാൻ യാക്സ്ലി എന്ന് പറഞ്ഞിട്ട്. അയാൾക്കൊരു സ്യൂഡോനിം ഉണ്ട്, തൂലികാനാമം പോലെ, ടോമി റോബിൻസൺ. ഈ ടോമി റോബിൻസണെ മസ്ക് പിന്തുണയ്ക്കുന്നുണ്ട്. ആന്റി മുസ്ലിം ആക്ടിവിസ്റ്റിനെ മസ്ക് പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വിരുദ്ധതയും കൂടി ട്രംപിനും കൂടി ചേർന്നതാണ് എന്ന് വേണം കരുതാൻ. റോബിൻസൺ ഇപ്പോൾ കോർട്ടലക്ഷ്യത്തിന് ജയിലില്ല. കോർട്ടലക്ഷ്യം എന്താ? ഈ മുസ്ലിങ്ങൾക്ക് എതിരായിട്ട്, ഈ ഗാങ്ങുകൾക്കെതിരെ സംസാരിച്ചു, റേസിസമാണ് എന്ന് പറഞ്ഞിട്ടാണ് ജയിലിൽ അടച്ചിരിക്കുന്നത്. നല്ല ജനാധിപത്യം. ബ്രിട്ടൻ പോയി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.